നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. അയ്യോ, ആരെങ്കിലും ഒന്ന് അഭയം തരണേ എന്ന് കരഞ്ഞുകൊണ്ട് നടന്നപ്പോഴാണ് PV അൻവറിന് അഭയം കൊടുത്ത പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. പറഞ്ഞിട്ട് എന്ത് കാര്യം? അഭയം കൊടുത്തവർ തന്നെ പഞ്ഞിക്കിടുകയാണ് ഇപ്പോൾ. അൻവർ വലിയ വിപ്ലവം സൃഷ്ടിച്ചാണ് ഇടതുപക്ഷം വിട്ടിറങ്ങിയത്. പിണറായി തെറി പറഞ്ഞിറങ്ങി. ഒടുവിൽ നിലമ്പൂരിലെ MLA സ്ഥാനവും അങ്ങ് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് ആ ഗ്യാപ്പിൽ നിലമ്പൂരിൽ കയറിപ്പറ്റാമെന്നായിരുന്നു അൻവറിൻ്റെ വിചാരം. ഒടുവിൽ എല്ലാം അങ്ങ് ചീറ്റിപ്പോയി. നിലമ്പൂരിനെ ആയുധമാക്കി കണ്ണും നട്ടിരുന്ന അൻവർ വിചാരിച്ചതുപോലെ കാര്യങ്ങളങ്ങ് ഒത്തുവന്നില്ല. എന്താണെന്ന് വെച്ചാൽ തൃണമൂൽ എന്ന പാർട്ടിയെ ഉപയോഗിച്ച് വിലപേശാൻ നോക്കി. അതെ, നല്ല ഒന്നാം തരം ബിസിനസ്മാനാണല്ലോ അൻവർ. ആ ബുദ്ധി നിലമ്പൂർ സമയം കണക്കാക്കി ഒന്ന് വല വീശിയത്. പക്ഷെ എന്തു ചെയ്യാനാ, ആ വലയ്ക്കകത്ത് പെട്ടത് അൻവർ തന്നെയാണ്. ഏതാണ്ട് ഇപ്പോൾ ചാവണ അവസ്ഥയായി. എന്തായാലും തൃണമൂലിൽ അൻവറിൻ്റെ സേവനം മതി എന്ന നിലപാടാണ്. തൃണമൂലിന് വേണ്ടി UDFുമായി ചർച്ച നടത്താൻ അൻവർ ആരാണെന്ന TMC സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നത്. എല്ലാവരെയും നോക്കുകുത്തിയാക്കി നാണം കെടുത്തിയ അൻവർ പാർട്ടി UDFന് അടിയറവ് വെച്ചു എന്നാണ് മമതയ്ക്ക് മുന്നിൽ നൽകിയ പരാതി. എന്തായാലും അൻവറിനെ തൃണമൂൽ കാക്കില്ല. എല്ലാം കൊണ്ടും പാർട്ടി വെച്ചുള്ള വിലപേശൽ ഏതാണ്ട് തികഞ്ഞ മട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് PV അൻവറിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി കേന്ദ്ര നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും സമീപിച്ചത്. അൻവറിൻ്റെ ഈ പ്രവൃത്തിയെ ചതി എന്നല്ലാതെ മറ്റെന്തെന്ന് വിശേഷിപ്പിക്കാനാകും? വന്ന വഴി മറക്കരുതായിരുന്നു. അതെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തള്ളിയ അൻവറിന് രാഷ്ട്രീയ അഭയം നൽകിയത് തൃണമൂൽ കോൺഗ്രസ്സാണ്. അപ്പോൾ അവരുടെ പരാതി കഴമ്പില്ലെന്ന് പറയാനാകുമോ? പാർട്ടിയിൽ നിന്നാരും അൻവറിനൊപ്പം UDFിലേക്ക് ചേക്കേറില്ല. ഇതാണ് തൃണമൂലിൻ്റെ പക്ഷം. പിന്നെ ആര് പറഞ്ഞിട്ടാ ഈ അൻവർ സഖാവ് ഈ വിലപേശൽ നടത്തുന്നത്? ഇപ്പോൾ സഖാവെന്ന് വിളിക്കാവോന്ന്. എന്തായാലും അടുത്ത മാസത്തോടെ അൻവറിൻ്റെ തൃണമൂൽ കുപ്പായം ഏതാണ്ട് അഴിച്ചു വെക്കാറായിട്ടുണ്ട്. ആള് പോയിട്ടുണ്ട് കേന്ദ്രത്തിലേക്ക്. ഇത് ഇപ്പം ശരിയാക്കി കൊടുക്കും. അൻവർ അംഗമായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ് കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ അദ്ദേഹം ഏതാണ്ട് തൃശങ്കുവിലാണ്. UDF അംഗത്വം ലഭിക്കാത്ത അൻവർ തൃണമൂലിൽ നിന്നും കൂടി പുറത്തു പോകുന്ന സാഹചര്യമാണ് ഏതാണ്ട് നിലവിൽ. തൃണമൂലിനെ UDFിൽ ഘടകകക്ഷിയായി എടുക്കാനാവില്ലെന്ന് കേരള പാർട്ടി രൂപീകരിച്ച് അൻവർ വന്നാൽ ഉൾക്കൊള്ളുന്ന കാര്യം ചർച്ച ചെയ്യാമെന്നുമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയത്. ഇതോടെ പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിയുകയും ചെയ്തു. കോൺഗ്രസിന്റെ ആവശ്യം അൻവർ തത്വത്തിൽ അംഗീകരിച്ചതോടെയാണ് തൃണമൂൽ സംസ്ഥാന നേതൃത്വം അൻവറിനെതിരെ തിരിഞ്ഞത്. എന്തായാലും അൻവർ ഒരു അനാഥപ്രേതം കണക്കെ താമസിയാതെ ഇന്ന് നമുക്ക് കാണാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.